വിവാദസ്വാമി സന്തോഷ് മാധവന് ഭൂമി നൽകാൻ സർക്കാർ ഉത്തരവ്. തൃശൂർ ജില്ലയിലെ വടക്കൻ പറവൂരിലും മാളയിലുമായി 118 ഏക്കർ ഭൂമിയാണ് സന്തോഷ് മാധവന് അനധികൃതമായി നൽകുന്നത്. IT വ്യവസായത്തിന്റെ മറവിലാണ് ഭൂമിദാനം. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ച ഉത്തരവിൽ പറയുന്നത്? എന്തൊക്കെയാണ് അനധികൃത നീക്കമായുള്ളത്? സന്തോഷ് മാധവന്റെ പക്കൽ നിന്നും നേരത്തെ സർക്കാർ കണ്ടുകെട്ടിയ ഭൂമിയാണോ ഒരു മാനദണ്ഡവും പാലിക്കാതെ തിരികെ കൊടുക്കുന്നത്? അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക്. അജ്മിഷാദ്, എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിലായി 118 ഏക്കർ ഭൂമിയാണ് സന്തോഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള MRZ ഇക്കോ വേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്തത്. 118 ഏക്കർ ഭൂമിയാണ് 2009 ജനുവരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തിരികെ പിടിച്ച മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഭൂമിയാണ് ഇപ്പോൾ ഇതേ കമ്പനിയുടെ മറ്റൊരു പേരിലുള്ള സ്ഥാപനത്തിന് തിരികെ നൽകാനായി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഭൂമി സർക്കാരിന് നിയമമനുസരിച്ച് വിട്ടു നൽകാൻ നിർബന്ധിതമായ കമ്പനി തന്നെ തങ്ങളുടെ കമ്പനിയുടെ പേര് മാറ്റി അതേ ഭൂമി തിരികെ പിടിക്കാൻ ശ്രമം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ഈ ശ്രമത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിൽ നിന്ന് വകുപ്പുകളെ സമീപിച്ച് റവന്യൂ വകുപ്പിലൂടെ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ റവന്യൂ വകുപ്പിനെ സഹായിച്ച് ഭൂമി തിരികെ പിടിക്കാനുള്ള ശ്രമമായിരുന്നു ഈ കമ്പനി നടത്തി വന്നത്. ഇതിന്റെ ഭാഗമായി ഇക്കോ ഫുഡ് പാർക്ക് ആരംഭിക്കുന്നതായി ഭൂപരിധി ഒഴിവാക്കാൻ സർക്കാരിനെ സമീപിച്ചിരുന്നു. കമ്പനിയുടേത് പൊതു താല്പര്യമല്ലെന്നും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും ജില്ലാതല സമിതികൾ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ IT പാർക്ക് വ്യവസായം ആരംഭിക്കാൻ എന്ന വ്യാജേന കമ്പനി മറ്റൊരു അപേക്ഷ സമർപ്പിച്ചത്. ഈ 1600 കോടി രൂപയുടെ വ്യവസായം നെൽവയലുകൾക്ക് മുകളിൽ വരുമ്പോൾ 30,000 പേർക്ക് തൊഴിൽ ലഭിക്കും എന്നാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. ഈ ഒരു വാദം അംഗീകരിച്ചാണ് സർക്കാർ ഇപ്പോൾ മിച്ചൽ ഭൂമി ഈ കമ്പനിക്ക് വിട്ടു നൽകാനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കൃഷിക്കല്ലാതെ മറ്റൊരാവശ്യത്തിനും തണ്ണീർത്തട ഭൂമി വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥ നിലനിൽക്കുകയാണ്. കമ്പനി റവന്യൂ വകുപ്പ് കമ്പനിക്ക് വേണ്ടി നിയമം മറികടന്ന ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കമ്പനിക്കെതിരായി ജില്ലാതല സമിതിയുടെ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ സമിതിയുടെ റിപ്പോർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നിയമം മറികടന്നുള്ള ഒരു ഉത്തരവ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. 118 ഏക്കർ ഭൂമി സന്തോഷ് മാധവന് നൽകുന്നു. IT വ്യവസായത്തിന്റെ മറവിലാണ് ഭൂമിദാനം. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. അധിക സീറ്റ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗും സീറ്റ് വിഭജനത്തിൽ കാലതാമസം വരുത്തരുത്, ഇന്ന് തന്നെ തീരുമാനം പൂർത്തിയാക്കണമെന്നും കോൺഗ്രസിനോട് ലീഗ് ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി, സമഗ്രമായ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, UDFന്റെ സീറ്റ് വിഭജനം കൂടുതൽ കീറാമുട്ടിയാകുന്നു എന്ന സൂചനയാണ് പുറത്തെത്തുന്നത്. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ ചർച്ചയ്ക്ക് ശേഷം കണ്ടപ്പോഴും അത് തന്നെയാണ് വ്യക്തമാക്കിയതും. മറ്റ് ഘടകകക്ഷികളുമായി പ്രശ്നങ്ങൾ ഉണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ലീഗിൻ്റെ അധിക സീറ്റ് ആവശ്യവും അത്തരത്തിലൊരു സമ്മർദ്ദമാണോ? സമഗ്രമായ വിവരങ്ങളിലേക്ക്. അജിംഷാദ്, തീർച്ചയായും ഒരു സമ്മർദ്ദ തന്ത്രവുമായി തന്നെയാണ് ലീഗ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അധിക സീറ്റ് എന്ന ആവശ്യമാണ് ലീഗ് ഇന്ന് ചർച്ചയിൽ ഉന്നയിച്ചത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അധിക സീറ്റ് നൽകുകയാണെങ്കിൽ തങ്ങൾക്കും അധിക സീറ്റ് നൽകണം എന്ന നിലപാടാണ് ഇപ്പോൾ ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളാണ് ഇന്നിപ്പോൾ ഉഭയകക്ഷി ചർച്ചയായി ആ ചർച്ചയ്ക്കകത്ത് നടന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞത്, തങ്ങളുടെ 4 സീറ്റിൻ്റെ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകണം. അത് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് തന്നെ ആ സീറ്റ് വെച്ചുമാറുന്ന കാര്യത്തിൽ ഏതു തരത്തിലുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അറിയിക്കണം. ഇനി ഒരു നേരിട്ടുള്ള ചർച്ചയില്ല, ടെലിഫോൺ വഴി തന്നെ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കി. മറ്റൊരു സീറ്റ് ചർച്ച ഇന്ന് വൈകുന്നേരം നടക്കുന്നുണ്ട്. അത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായിട്ടാണ്. ഇവർ 4 സീറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 2 സീറ്റുകൾ മാത്രമേ നൽകാനാകൂ എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത്. അതിൽ ഇവർ ഉന്നയിച്ച അങ്കമാലി ഒരിക്കലും നൽകിയില്ല, മറ്റേതെങ്കിലും സീറ്റ് നൽകാം എന്നുള്ളത് തന്നെയാണ്. JDUവിൻ്റെ കോവളം സീറ്റ് എന്ന ആവശ്യവും പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. ഇതിനും പരിഹാരം കണ്ടിട്ടില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഘടകകക്ഷികളെ ഇത്തരത്തിലുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തന്ത്രവുമായി ലീഗിനെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അജിംഷാദ്, ശരി സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ തെറ്റാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ സീറ്റ് വെച്ചുമാറലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതേസമയം മറ്റു ഘടകകക്ഷികളുമായി പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യവും കുഞ്ഞാലിക്കുട്ടി അംഗീകരിച്ചു. ഞങ്ങളെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മറ്റു പാർട്ടികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയം കൂടി അതിലൊക്കെ ഉള്ളത് കൊണ്ട്
ഒരു ഫൈനാലിറ്റി വരൽ എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാകുന്ന മുറക്കാണ്. അത് നാളെ കൊണ്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലീഗിന്റെ മറ്റ് ബാക്കിയുള്ള 4 സീറ്റിന്റെ ചർച്ചയാണോ ഇന്ന് നടക്കുന്നത്? ഞങ്ങളിട്ടിപ്പോൾ ആ ചർച്ച മാത്രമേ ഉള്ളൂ, വേറെ ചർച്ചകൾ എണ്ണമൊന്നും അങ്ങനെ ഒരു ആവശ്യകതയിലേക്കൊന്നും ലീഗ് അങ്ങനൊന്നും വന്നിട്ടില്ല. വയനാട്ടിൽ മന്ത്രി പി കെ ജയലക്ഷ്മിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ. ജയലക്ഷ്മിക്ക് RSS ബന്ധമുണ്ടെന്നാണ് പോസ്റ്ററുകളിലെ ആരോപണം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്നും പോസ്റ്ററിൽ പരാമർശം. ജയിച്ചു വന്നാൽ RSSന് വേണ്ടിയായിരിക്കും ജയലക്ഷ്മി പ്രവർത്തിക്കുകയെന്നും ഇതിന് അനുവദിക്കില്ലെന്നുമാണ് പോസ്റ്ററുകളിലുള്ളത്. യൂത്ത് കോൺഗ്രസ് മാനന്തവാടി എന്ന പേരിലാണ് പോസ്റ്ററുകൾ. മുന്നണിയിൽ അകത്തുള്ളവരെ പരിഗണിച്ചിട്ട് ശേഷം മാത്രമേ മുന്നണിക്ക് പുറത്തുള്ളവരെ സീറ്റിന് പരിഗണിക്കൂ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. PC ജോർജിൻ്റെ കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. KPSC ലളിത ആരോഗ്യ പ്രശ്നം അറിയിച്ചിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം ലളിതയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി പട്ടികയാണ്, സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ അടിസ്ഥാനമാക്കി ഓരോ സ്ഥലത്തുള്ള പ്രതികരണങ്ങളാണ്. പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പത്രങ്ങളിൽ കാണുമ്പോൾ ആളുകൾക്ക് ചില പ്രതികരണങ്ങളുണ്ടാവും. അത് കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാതെ നടത്തുന്ന പ്രതികരണങ്ങളാണ്. പാർട്ടി തലത്തിലുള്ളവരല്ല ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാത്ത ചിലരാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. കോൺഗ്രസ് പോലെയല്ല CPM. എല്ലാവരും ഇലക്ഷനിൽ മത്സരിക്കുക. BJPയും കോൺഗ്രസിൻ്റെ സമീപനമല്ല ഞങ്ങൾക്കുള്ളത്. നേതൃതലത്തിലുള്ള കുറച്ച് സഖാക്കൾ മാത്രമേ മത്സരിക്കുള്ളൂ. ഭൂരിപക്ഷ സഖാക്കൾ മത്സരിക്കില്ല. PC ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയല്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ സീറ്റ് വിഭജന ചർച്ച തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്ന 11 കക്ഷികളുണ്ട്. ആ 11 കക്ഷികളിൽ അവർക്ക് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും മുന്നണിയുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യം ഇടതുപക്ഷ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല, മുന്നണി തീരുമാനിക്കണം. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഓരോ കക്ഷികൾക്കും എത്രയാണ് സീറ്റ്, മുന്നണിയെ പിന്തുണക്കുന്നവർക്ക് ആർക്കൊക്കെയാണ് സീറ്റ് എന്നുള്ളതൊക്കെ ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പം അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ VM സുധീരൻ ചങ്കുറപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അതുകൊണ്ടാണ് TN പ്രതാപനെ ചാരി ഇതിലേക്ക് തൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നതെന്ന് VS പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി തീരുമാനമനുസരിച്ചാണ്. അതിൽ സുധീരനും കൂട്ടരും വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ലെന്നും VS അച്യുതാനന്ദൻ മറുപടി നൽകി. ഉമ്മൻചാണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരെ നിലവിളിച്ച് സായുജ്യമടയാൻ മാത്രമേ സുധീരന് കഴിയൂ എന്നും VS അച്യുതാനന്ദൻ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSുകാർ കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടെന്ന് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി RSSുമായി അവിശുദ്ധ ബന്ധമുണ്ടാക്കിയിരിക്കുകയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കണ്ണൂരിൽ AKG അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇവിടെ RSSന് അവകാശപ്പെടാൻ കഴിയുന്ന ചരിത്രം അവരിപ്പോൾ മറച്ചു വെക്കാൻ നോക്കുകയാണ്. ആ ചരിത്രം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത ചരിത്രമാണ്. സ്വാതന്ത്ര്യസമരത്തെ തള്ളിപ്പറഞ്ഞ ചരിത്രമാണ്. ആ RSSൽ നിന്ന് രാജ്യസ്നേഹവും ദേശാഭിമാനവും പഠിക്കേണ്ട ഗതികേട് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല എന്ന് മാത്രമേ അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ക്ഷമിക്കണം. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാടിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങി സർക്കാർ. ഇക്കാര്യം ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് 3 മണിക്ക് ചേരും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടിക്കെതിരെ സർക്കാർ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. കേന്ദ്രത്തിൻ്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞ ശേഷമാകും സംസ്ഥാന സർക്കാർ നിയമ നടപടികളിലേക്ക് കടക്കുക. കൂടാതെ വിവരാവകാശ പരിധിയിൽ നിന്ന് വിജിലൻസിനെ ഒഴിവാക്കിയ വിവാദ ഉത്തരവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. കലാഭവൻ മണി വാറ്റുചാരായം കഴിച്ചിട്ടില്ലെന്ന് പോലീസ്. വലിയ അളവിൽ മണി ബീർ കഴിക്കാറുണ്ടായിരുന്നെന്നും പോലീസ്. തുടർ പരിശോധനയ്ക്ക് മണിയുടെ ആന്തരിക അവയവങ്ങൾ ഹൈദരാബാദിലേക്ക്.
കലാഭവൻ മണിയുടെ ശരീരത്തിലെത്തിയ കീടനാശിനിയുടെ അളവറിയാനാണ് ആന്തരിക അവയവങ്ങളും രക്തവും ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നത്. മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ ശേഖരിച്ച രക്തവും മൂത്രവും ഇതോടൊപ്പം പരിശോധിക്കും. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കീടനാശിനിയുടെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യം മാത്രമാണ് കണ്ടെത്താനായത്. മരണകാരണം സ്ഥിരീകരിക്കാൻ ഇവയുടെ തോതുകൂടി അറിയണമെന്നതിനാലാണ് വിദഗ്ധ പരിശോധന. കലാഭവൻ മണി വാറ്റുചാരായം ഉപയോഗിച്ചിരുന്നില്ലെന്നും ബിയർ മാത്രമാണ് കഴിക്കാറുള്ളതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. വലിയ അളവിൽ ബിയർ ഉപയോഗിച്ചിരുന്നതായി മൊഴിയുണ്ട്. കൊലപാതകം എന്ന സംശയത്തെ സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ പോലീസിന് കണ്ടെത്താനായില്ല. കസ്റ്റഡിയിലുള്ള അരുൺ, വിപിൻ, മുരുകൻ എന്നിവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. മണിയുടെ ഭാര്യാപിതാവിനെ 4 തവണ ചോദ്യം ചെയ്തെങ്കിലും അസ്വാഭാവികതകൾ കണ്ടെത്താനായില്ല. മണിയെ ആശുപത്രിയിലാക്കിയ ശേഷം പാടിയിൽ നിന്ന് സഹായികൾ ചാക്കിൽ കൊണ്ടുപോയത് പച്ചക്കറികളാണെന്ന പോലീസിന് സൂചന ലഭിച്ചു. കലാഭവൻ മണിയുടെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണത്തിലെത്താൻ ആയില്ല. സ്വാഭാവിക മരണം എന്ന സാധ്യതയിൽ ഊന്നിയുള്ള അന്വേഷണവും നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഹൈദരാബാദ് സർവകലാശാലയിൽ സസ്പെൻഷനിലായിരുന്ന VC അപ്പറാവു തിരിച്ചെത്തി. VCയെ വിദ്യാർത്ഥികൾ തടഞ്ഞു. സ്ഥലത്ത് സംഘർഷാവസ്ഥ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകും. മനു, എന്തൊക്കെയാണ് ഇന്ന് സർവകലാശാലയിൽ പ്രതിഷേധമായി വിദ്യാർത്ഥികൾ ഉയർത്തിയത്? ജിംഷാദ്, രോഹിത് വെമുലയുടെ ആത്മഹത്യയെ തുടർന്ന് വിദ്യാർത്ഥികളുടെ കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ 2 മാസത്തെ അവധിയിലായിരുന്ന VC അപ്പാറാവു ഇപ്പോൾ വീണ്ടും സർവകലാശാലയിൽ തിരിച്ചെത്തുകയും താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന വിപിൻ ശ്രീവാസ്തവയിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ VCയുടെ സ്ഥാനം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനുശേഷം VC തന്റെ ഔദ്യോഗിക വസതിയിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം വിളിച്ചു. ഈ യോഗത്തിനിടയിലേക്ക് പുറത്ത് മുദ്രാവാക്യം വിളിക്കുകയായിരുന്ന വിദ്യാർത്ഥികളും ഒപ്പം മുഴുവൻ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് VCയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ചില ABUP പ്രവർത്തകരായ വിദ്യാർത്ഥികൾ VCക്ക് പിന്തുണ നൽകുകയും സ്ഥലത്തെത്തി. തുടർന്ന് സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ രൂപപ്പെടുകയും മുന്തിനും തള്ളിനുമിടയിൽ ഔദ്യോഗിക വസതിക്കിടയിലെ ചില ഉപകരണങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്തു. പോലീസ് ചില സ്ഥലത്തു നിന്ന് വിദ്യാർത്ഥികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരണത്തിനായി തിരക്കിട്ട ചർച്ചകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി PDP അധ്യക്ഷ മെഹബൂബ മുഫ്തിയുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ച പ്രതീക്ഷയുണർത്തുന്നതാണെന്ന് മെഹബൂബ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. AKGയെ അനുസ്മരിച്ച് നാട്. AKGയുടെ അനുസ്മരണ ദിനം തിരുവനന്തപുരത്തും വിപുലമായി ആചരിച്ചു. പൊട്ടക്കുഴി AKG പാർക്കിൽ നടന്ന ദിനാചരണത്തിൽ CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ പുഷ്പാർച്ചന നടത്തി. V ശിവൻകുട്ടി MLA, TN സീമ, M വിജയകുമാർ, പിരപ്പൻകോട് മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ കോഫി ഹൗസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ്, വീൽ ചെയർ വിതരണം, അന്നദാനം, കിടക്ക വിതരണം എന്നിവയും നടന്നു. ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടന്ന പരിപാടി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AKGയും കോഫിയും എന്ന കവിതാ പ്രകാശനത്തോടെ ആണ് ചടങ്ങ് ആരംഭിച്ചത്. AKG പ്രതിമ സ്ഥാപിച്ചു. പ്രതിമയ്ക്ക് മുമ്പിലുള്ള വൈകുന്നേരം ചേരുന്ന ഗവർണർ മാഷ്. പാവങ്ങളുടെ പടത്തലവൻ AKGയുടെ 39ാം അനുസ്മരണ ദിനമാണ് ഇന്ന് സംസ്ഥാനമൊട്ടാകെ വിപുലമായ ചടങ്ങുകളോടെ ആചരിക്കുന്നത്. കണ്ണൂർ AKG സ്ക്വയറിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു. AKGയുടെ ജന്മനാടായ പെരളശ്ശേരിയിൽ വൈകിട്ട് വൻ ബഹുജന പ്രകടനവും പൊതുയോഗവും നടക്കും. ജീവിതം പോരാട്ട ഭൂമികയാക്കിയ AKG എന്ന വിപ്ലവകാരി ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 39 വർഷം. നവോത്ഥാന മുന്നേറ്റങ്ങളിലും ദേശീയ പ്രസ്ഥാനത്തിലും കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പാവങ്ങളുടെ പടത്തലവനായി മാറിയ AKG ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സമരം, ഹരിജനങ്ങൾക്ക് വഴിനടക്കാനായി കണ്ണൂരിലെ കണ്ടോത്ത് സംഘടിപ്പിച്ച സമരം എന്നിവയിലെല്ലാം നേതൃപരമായ പങ്ക് വഹിച്ച് മലയാളം മണ്ണിൽ നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റായി മാറി. അതിവിദൂരമല്ലാത്ത ഭൂതകാലത്തിൽ കേരളത്തിൽ നിലനിന്ന സാമൂഹ്യ അനീതിക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ഉയർന്ന ത്യാഗപൂർണമായ പോരാട്ടത്തിന്റെ നേർചിത്രമായിരുന്നു AKG എന്ന AK ഗോപാലൻ. ജയിലുകളിലും കോടതികളിൽ പോലും വേട്ടയാടപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ശബ്ദമുയർത്താൻ AKGക്ക് കഴിഞ്ഞു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും AKG ജയിലഴിക്കകത്തായിരുന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് ഒക്ടോബർ 24 മോചിതനായി. കേരളത്തിലൊതുങ്ങാത്ത AKGയുടെ പ്രവർത്തനം 1951 കൊൽക്കത്തയിൽ ചേർന്ന കിസാൻ സമ്മേളനത്തിൽ അദ്ദേഹത്തെ അഖിലേന്ത്യാ പ്രസിഡന്റാക്കി മാറ്റി. ഇന്ത്യയിൽ നടന്ന എല്ലാ കർഷക പോരാട്ടങ്ങളിലും AKGയുടെ സജീവ സാന്നിധ്യം സമൂഹം തിരിച്ചറിഞ്ഞു. 1952 മുതൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രവർത്തനങ്ങളിലും സജീവമായി. അടിയന്തരാവസ്ഥ നടപ്പാക്കിയ സർക്കാർ കടപുഴകി വീണ ഘട്ടത്തിലായിരുന്നു
AKG എന്ന പാവങ്ങളുടെ പടത്തലവൻ ലോകത്തോട് വിട പറഞ്ഞത്. വിപുലമായ അനുസ്മരണ പരിപാടികളുമായാണ് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ ജന്മനാടിന്നും ഓർക്കുന്നത്. മാർച്ച് 1 ആരംഭിച്ച അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് സമാപനമാകും. രാവിലെ കണ്ണൂർ AKG സ്ക്വയറിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു. സഖാവ് AKG നമ്മുടെ നാട്ടിൽ ബഹുജന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന നാമം പൊതുവിൽ ജനങ്ങളാകെ ഉയർത്തുന്ന നിലയുണ്ടായി. സർക്കാർ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നടപടികൾ പലതും ഉയർന്നു വരുമ്പോഴും AKGയെക്കുറിച്ച് ഓർക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. വൈകുന്നേരം AKGയുടെ ജന്മനാടായ പെരളശ്ശേരിയിൽ നടക്കുന്ന വളണ്ടിയർ മാർച്ചിലും ബഹുജന പ്രകടനത്തിലും ആയിരങ്ങൾ പങ്കെടുക്കും. വൈകുന്നേരം 5 മണിക്ക് പെരളശ്ശേരിയിൽ നടക്കുന്ന EMS AKG അനുസ്മരണ റാലി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.